വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 1825 ചൈനയുടെ തെക്കേ തീരത്തുണ്ടായ ഒരു കപ്പലപകടത്തിൽപ്പെട്ട ആംഗ്ലേയ സാഹിത്യകാരനായ സർ ജോൺ ബൗറിംഗ് വളരെ ദൂരെയായി കണ്ട മിന്നിത്തിളങ്ങുന്ന കുരിശ് ലക്ഷ്യമാക്കി നീന്തി രക്ഷപ്പെട്ടു. അതിൻ്റെ സന്തോഷാധിക്യത്താൽ തൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട ഗാനമാണ് ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഐ ഗ്ലോറി, യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ഞാൻ പുകഴുന്നു. ശാന്തസമുദ്രത്തിലെ മുളക്കോയി ദ്വീപിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച് ഒടുവിൽ കുഷ്ഠരോഗബാധിതനായി തീർന്ന ഫാദർ ഡാമിയൻ പറഞ്ഞത്, ക്രൂശിലെ സ്നേഹം ഈ ശുശ്രൂഷയ്ക്കായി എന്നെ നിർബന്ധിച്ചു. ഉണർവ് പ്രാസംഗികനായ DL മൂഡിയുടെ സാക്ഷ്യം, എൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം ക്രൂശിലെ സ്നേഹമാകുന്നു. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം അനുഭവമാക്കിയവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ സാധിക്കൂ. ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് നമ്മളുടെ ശക്തി. പൗലോസ് പറയുന്നത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:18. എന്താണ് ക്രൂശിൻ്റെ വചനം? ഗോഡ് റെക്കൺസൈൽഡ് ദ വേൾഡ് ടു ഹിംസെൽഫ് ഇൻ ക്രൈസ്റ്റ്. ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അതാ ക്രൂശിൻ്റെ വചനം. നമ്മോടുള്ള ദൈവസ്നേഹമാണ് ലോകത്തെ തന്നോട് നിരപ്പിപ്പാനുള്ള കാരണം. പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിച്ച് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിപ്പാൻ ക്രൂശല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു. ക്രൂശിൽ കൂടി നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് നിർവഹിച്ചത്. നിരപ്പിൻ്റെ ഈ സന്ദേശം ജീവിതത്തിൽ അനുഭവമാക്കി അതിൻ്റെ സാക്ഷികളായി നിൽപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന് നാം പാത്രരാകണം. പാപത്തിൻ്റെ ഭയങ്കരതയുടെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ക്രൂശിൽ നമുക്ക് നൽകുന്നത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. സ്നേഹം നഷ്ടപ്പെട്ടതല്ലേ ഇന്ന് കാണുന്ന എല്ലാ അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണം. സ്നേഹത്തിന് മാത്രമേ ഈ ലോകത്തെ രൂപപ്പെടുത്തുവാൻ കഴിയൂ. സ്നേഹം വരുത്തുന്ന മാറ്റം എന്ന തലക്കെട്ടിൽ മനോരമയിൽ വന്ന ചിന്താവിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അമേരിക്കയിലെ ന്യൂ ജേഴ്സി നഗരത്തിലൂടെ കാറിൽ യാത്ര ചെയ്യുന്ന ജോണും ഭാര്യ മേരിയും. വഴിയിൽ വെച്ച് ലിഫ്റ്റ് ചോദിച്ച ഒരു പട്ടാളക്കാരനും കൂടിയുണ്ട്. പട്ടാളക്കാരൻ്റെ മുഖം വികാരവിക്ഷുബ്ധമായിരുന്നു. മേരി പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളെ ആ പട്ടാളക്കാരന് പരിചയപ്പെടുത്തി. എങ്കിലും അയാൾ മൂളുക മാത്രമേ ചെയ്തുള്ളൂ. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധനിരയിൽ ആയിരുന്ന മകനെ ഓർത്ത് ദുഃഖിച്ചതും അവൻ തിരിച്ചെത്തിയപ്പോൾ മനസ്സ് ശാന്തമായതും എല്ലാം ഈ അമ്മ ആ പട്ടാളക്കാരനോട് പറഞ്ഞു. തുടർന്ന് പറഞ്ഞു, മോനെ, നിന്നെ കണ്ടപ്പോൾ ഞങ്ങളുടെ മകൻ്റെ ഓർമ്മയാണ് ഉണ്ടായത്. ഇന്ന് നീ നിൻ്റെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നിൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. യാത്രയിൽ പട്ടണത്തിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അവർ ആ യുവാവിനെ ക്ഷണിച്ചു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഉത്കണ്ഠയും ആകുലതയും നിറഞ്ഞു നിന്ന യുവാവിൻ്റെ മുഖത്ത് ശാന്തത പരന്നു. മേരി ആ യുവാവിൻ്റെ വിഷാദം എന്തെന്നറിയുവാൻ ശ്രമിച്ചുവെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. വീണ്ടും അവർ യാത്ര തുടർന്നു. അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് കാർ നിർത്തി. അവൻ ഇറങ്ങിയപ്പോൾ മേരി പുത്ര നിർവിശേഷമായ വാത്സല്യത്തോടെ അവനെ ആശ്ലേഷിച്ചു. ജോൺ ഏതാനും $, ഒരു കവറിലിട്ട് അതിൻ്റെ പുറത്തെഴുതി, സമയം കിട്ടുമ്പോൾ ഞങ്ങളെ സന്ദർശിക്കുവാൻ വരിക. നന്ദി പറഞ്ഞ് ആ യുവ സൈനികൻ പിരിയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ജോണിനും മേരിക്കും അവൻ്റെ കത്ത് കിട്ടി. കത്തിൽ ജോൺ കൊടുത്ത $ൻ്റെ തുകയ്ക്കുള്ള ഒരു ചെക്കും ഉണ്ടായിരുന്നു. കത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: അന്ന് ഞാൻ ലോകത്തെ മുഴുവൻ വെറുത്തുകൊണ്ടായിരുന്നു വഴിയിൽ നിന്നിരുന്നത്. എനിക്ക് ലിഫ്റ്റ് തരുന്നത് ആരായിരുന്നാലും അവരെ കൊന്ന് കിട്ടുന്ന പണവും കാറുമായി കടന്നു കളയുക, അതായിരുന്നു എൻ്റെ തീരുമാനം. എന്നാൽ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും കാരുണ്യവും എൻ്റെ മനസ്സിളക്കി മറിച്ചു. നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുവാൻ ഞാൻ ബാഗിൽ നിന്നും എടുത്ത തോക്ക് സീറ്റിനടിയിൽ നിങ്ങൾ കാണാതെ ഒളിച്ചു വച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കുക. ഇനിമേൽ ഞാൻ നല്ലവനായി ജീവിക്കും. സമയം ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കാണാം. എല്ലാറ്റിനും നന്ദി. ഈ ലോകത്തെ സേവിപ്പാനുള്ള മാർഗം സ്നേഹമാണ്. ഏബ്രഹാം ലിങ്കൻ്റെ ഒരു പ്രസ്താവന ഇപ്രകാരമാണ്:
സ്നേഹം കൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ ശത്രുവല്ലാതായിത്തീരും. ക്രൂശ് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. മനഃശാന്തി ലഭിക്കാതെ ഈ ലോക സമുദ്രത്തിൽ ഉഴലുന്നവർ ആരായിരുന്നാലും ആ കുരിശിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമെങ്കിൽ തീർച്ചയായും അവൻ സമാധാനം കണ്ടെത്തും. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ, ഭാരങ്ങൾ ഇറങ്ങിപ്പോകുവാൻ, അഭയസ്ഥാനം ലഭിക്കാതെ വലയുമ്പോൾ യേശുവിൻ്റെ കുരിശിൽ നമുക്ക് അഭയം കണ്ടെത്തുവാൻ കഴിയും. ക്രൂശിലെ സ്നേഹം അനുഭവിക്കുന്ന നമുക്ക് ക്രൂശിലെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരാം. കർത്താവേ, ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്നെയും ഒരുക്കണമേ. ആമേൻ. ഒരിക്കലും